തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആർമി ഉദ്യോഗസ്ഥയായ മേഘ കുറച്ച് നാളുകൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തു. തുടർന്ന് പോലീസ് അന്വേഷണത്തിലായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം മേഘയുടെ അച്ഛൻ മധുസാറ് മകളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും ക്യാഷ് എല്ലാം മലപ്പുറത്തുകാരനായ സുകാന്ത് സുരേഷിൻ്റെ അക്കൗണ്ടിലേക്കാണ് മോള് അയച്ചുകൊണ്ടിരുന്നത്. ഒരു IB ഉദ്യോഗസ്ഥയ്ക്ക് ഏകദേശം 40,000 മുതൽ 1.5 ലക്ഷം രൂപ വരെ ശമ്പളമാണ് കിട്ടുന്നത്. തൻ്റെ മകളുടെ ബാങ്ക് അക്കൗണ്ടിൽ 80 രൂപയാണ് ആകെ ബാലൻസ് ഉള്ളതാണെന്ന് അച്ഛൻ മാധ്യമങ്ങളോടും അതുപോലെ തന്നെ പോലീസിനോടും പറഞ്ഞത്. തുടർന്ന് പോലീസും മാധ്യമപ്രവർത്തകരും മലപ്പുറത്ത് സുകാന്ത് സുരേഷിൻ്റെ വീട്ടിൽ പോവുകയും അവിടെ അന്വേഷിക്കുകയും ചെയ്തു. വീട് 2-3 ദിവസമായി അടച്ചിട്ടിരിക്കുകയാണ്. വീട്ടിൽ അച്ഛനോ അമ്മയോ സുകാന്തോ ഇല്ല. സുകാന്തിനെ ഫോൺ വിളിച്ചപ്പോൾ അതും സ്വിച്ച് ഓഫ് ആണ്. തുടർന്ന് ബന്ധുക്കളോട് അടുത്ത് കുറച്ച് ബന്ധുക്കൾ താമസിക്കുന്നുണ്ട്. അവരോട് അന്വേഷിച്ചപ്പോൾ സുകാന്തിനെ കുറിച്ച് ഒന്നും തന്നെ ഇപ്പോൾ അറിയില്ല എന്നാണ് പറഞ്ഞത്. തുടർന്ന് നാട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് എങ്ങനെയാണ് സുകാന്ത് ഏതൊരുവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുമില്ലാത്ത വ്യക്തിയാണ്. നല്ല രീതിയിലാണ് താമസിക്കുന്നത്. സുകാന്തിൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരാണ്. ഇവർക്ക് നാട്ടുകാരുമായിട്ട് വളരെ കമ്മ്യൂണിക്കേഷനൊന്നുമില്ല. അവരവരുടെ കാര്യങ്ങൾ നോക്കി പോകുന്ന ഒരു കുടുംബമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. തുടർന്ന് പോലീസ് സുകാന്തിൻ്റെ പുറകിൽ തന്നെയുണ്ട്. സുകാന്തിനെ കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇപ്പോൾ നിലവിൽ സുകാന്തിൻ്റെ യാതൊരു വിവരവുമില്ല. പോലീസിനെ കാണാതെ ഒളിച്ച് താമസത്തിലായിരിക്കും. വരും ദിവസങ്ങളിൽ സുകാന്തിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നതായിരിക്കും.